നമ്മൾ പൈസ കാര്യത്തിൽ ശരിക്കും സ്ത്രീകൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഗുണമുണ്ട്. കാരണം സ്ത്രീകൾ പുരുഷന്മാരെക്കാളും ഒത്തിരി ഡിസിപ്ലിനുള്ള ആൾക്കാരാണ്. പൊതുവേ വീട്ടിൽ ഇവർ പൈസ കാര്യത്തിൽ ഇൻവോൾവ് ആകാൻ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലത്തെ ചിലവുകൾ ഭയങ്കരമായിട്ട് കുറയും. ആണുങ്ങളെക്കാളും കൂടുതൽ സ്ത്രീകൾ ഇത് ഇൻവോൾവ് ആവുന്ന ടൈമിൽ കുട്ടികളും അത് കണ്ടിട്ട് പൈസ കാര്യത്തിൽ കുറച്ചും കൂടി കൺട്രോൾ ആവും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടൊരു അറിവുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. അത് അറിവുണ്ടായി കഴിഞ്ഞോടൊപ്പം തന്നെ ഡെഫിനറ്റ്ലി സാമ്പത്തികമായിട്ട് അച്ചടക്കം വരും. ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കുറിയേറുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ സ്വർണം വാങ്ങി വെക്കുന്നത്. ഈ സ്വർണം വാങ്ങി വെക്കുന്നത് മിക്കവരും ജ്വല്ലറി ആയിരിക്കും വാങ്ങി വെക്കുന്നത്. അപ്പോൾ അതിൽ സത്യത്തിൽ ഒരു 10-15% പണിക്കൂലി കഴിഞ്ഞിട്ട് കയ്യിലൊന്നുമില്ല. റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഇപ്പോൾ ഒന്നില്ലെങ്കിൽ പറമ്പ് വാങ്ങി വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്വർണം വാങ്ങി വയ്ക്കുക, ചിട്ടി വാങ്ങി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റൈറ്റ് പ്രൊഡക്ട്സ് അല്ല. അപ്പോൾ അവരാണ് അവരുടെ ടാക്സേഷൻ ഫുള്ള് നോക്കണത്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, പിള്ളേരുടെ എഡ്യൂക്കേഷൻ എത്ര ഫണ്ട് വേണമെന്ന് എന്നോട് 6 മാസം മുന്നേ പറയും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എടുക്കണമെങ്കിൽ എടുക്കും. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോക്കണത് ഇപ്പോൾ വൈഫാണ്, ലേഡിയാണ്. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഈ പോഡ്കാസ്റ്റിലെ എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ടോ? ചെറിയൊരു സൗണ്ട്. കാര്യം ഞാൻ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം തൊണ്ടക്ക് ഭയങ്കര പ്രശ്നമായി. ഞാൻ ഓസ്ട്രേലിയയിൽ പോയിട്ട് വന്നപ്പോൾ തണുത്തത് ഒരുപാട് കുടിച്ച്. നമ്മുടെ നാട്ടിൽ ഭയങ്കര നമ്മൾ ഡയറ്റാണ്, പുറത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഡയറ്റും കാര്യങ്ങളും കൈവിട്ട് പോകില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ടുള്ള സൗണ്ടിൽ ചിലപ്പോൾ ഒരു ബാസ് കൂടിയാലും എഡിറ്റിങ്ങിൽ വന്നതല്ല, എൻ്റെ സൗണ്ടിൽ ഇപ്പോൾ ബാസിന് കുറച്ച് വ്യത്യാസം വന്നിരിക്കും. ഈ സാധാരണഗതിയിൽ ഇപ്പം പഴയതുപോലെയല്ല, വീട്ടിലിരുന്ന് സ്ത്രീകളും എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്ന പരിപാടികളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഇപ്പം എൻ്റെ വൈഫൊക്കെ അതിൽപ്പെട്ടൊരു കാറ്റഗറിയാണ്. സമ്പാദിക്കണ്ടേ എന്നുള്ള കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് മെച്ചം വരുത്താനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് കാര്യങ്ങളായാലും ഇന്നത്തെ ടോപ്പിക്ക് ആയിക്കോട്ടെ. നിങ്ങളോടാകുമ്പോൾ, നിങ്ങളെ സാമ്പത്തിക വിദഗ്ധനാകുമ്പോൾ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളായിട്ട് കാണുകയും അവരിൽ നിന്നൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ്? ഓക്കെ, ഇപ്പോൾ സ്ത്രീകളിൽ ഒന്നാമത്തെ കാര്യം, സ്ത്രീകൾ സാമ്പത്തികമായിട്ട് ഇൻവോൾവ് ആവേണ്ട ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ. അപ്പോൾ ഒന്ന്, ഇപ്പോൾ നമ്മൾ സ്ത്രീകളിലാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള സ്ത്രീകളാണെങ്കിലും നമുക്കൊന്ന് ജോലിക്ക് പോണവർ, ഒന്ന് ജോലിക്ക് പോകാത്തവർ, അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ജോലിക്ക് പോണവരാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇവർ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും ഇവർ വീട്ടിലെ റെസ്പോൺസിബിലിറ്റിയിലൊക്കെ ഇവർക്ക് ഇത്തിരി കൂടുതലായിരിക്കും സാധാരണ പുരുഷന്മാരെക്കാളും കൂടുതലായിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിലും. പോകുന്ന ഡെഫിനറ്റ്ലി അല്ല. ഇപ്പോൾ വീട്ടിൽ എന്ത് പറഞ്ഞാലും കുക്ക് ചെയ്യണതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കുട്ടികളെ നോക്കണൊക്കെ മിക്കവാറും സ്ത്രീകൾ തന്നെയായിരിക്കും. ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ മിക്കവാറും ആണുങ്ങളും ഇതിലൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും റെസ്പോൺസിബിലിറ്റി എപ്പോഴും സ്ത്രീകളുടെ അടുത്തായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഇവരുടെ പൈസ മാനേജ് ചെയ്യാനുള്ളൊരു സമയം പലപ്പോഴും കിട്ടാറില്ല. സ്ത്രീകൾക്ക് സമയം കിട്ടില്ല, അല്ലെങ്കിൽ ചിലവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. മിക്കവരും അത് പഠിക്കാനും ശ്രമിക്കില്ല. പഠിക്കാനായിട്ട് ഇത് കുറേ സമയം കൂടി ഒരു വിഷയമാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് ജോലിക്ക് പോകണം കൃത്യ സമയത്ത്, അത് കഴിഞ്ഞിട്ട് വീട്ടിലെ മൊത്തം പണി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് അപ്പോൾ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എന്നാൽ ഇതൊക്കെയാണെങ്കിലും ചില ടൈമിൽ വീട്ടിൽ ഇത്തിരി ഒരു സീരിയസ് സിറ്റുവേഷനൊക്കെയാണ്, തല്ലുകൊടുത്തൊക്കെ വരുന്ന ടൈമിൽ ചിലപ്പോൾ കുട്ടികൾ ഇവർ എല്ലാവരും ഇതിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ശീലമുണ്ട്. പക്ഷേ വീട്ടിൽ എല്ലാവരും സ്നേഹമായിട്ട് നിൽക്കുന്ന വീട്ടിലാണെങ്കിൽ മിക്കവാറും ഹസ്ബൻഡ് തന്നെ ആയിരിക്കും ഇത് പൈസ ഡീൽ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ തിരിച്ചാണ് കേട്ടോ. ഞാൻ സാമ്പത്തികമായിട്ട് കാശ് കൈകാര്യം ചെയ്യാൻ ഞാൻ അത്രക്ക് പറ്റിയവനല്ല. എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങളുടെ ഓഫീസിൻ്റെ അക്കൗണ്ടിങ് എല്ലാം എൻ്റെ ഭാര്യയാണ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അല്ല, ഇത് ഭയങ്കര ഈ ഇതിൽ നമ്മൾ പൈസ കാര്യത്തിൽ ശരിക്കും സ്ത്രീകൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഗുണമുണ്ട്. കാരണം സ്ത്രീകൾ പുരുഷന്മാരെക്കാളും ഒത്തിരി ഡിസിപ്ലിനുള്ള ആൾക്കാരാണ് നമ്മൾ പൊതുവെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ സ്ത്രീകൾക്ക് പൊതുവെ പുരുഷന്മാരെക്കാളും കൂടുതൽ സേവ് ചെയ്യാനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റി ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് തന്നെ ശരിക്കും നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ മാനേജ് ചെയ്യണേക്കാളും കൂടുതൽ അവർ വീട്ടിലെ അടുക്കള കാര്യങ്ങൾ ഇതെല്ലാം കൂടി ഒത്തിരി അവർ മാനേജ് ചെയ്യുന്നുണ്ട്, മൾട്ടി ടാസ്കിങ് ഒത്തിരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് സേവ് ചെയ്യാനുള്ളൊരു കഴിവ് ഭയങ്കരമായിട്ട് ഉണ്ടാവും. പിന്നെ പൊതുവെ വീട്ടിൽ ഇവർ പൈസ കാര്യത്തിൽ ഇൻവോൾവ് ആകാൻ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലത്തെ ചിലവുകൾ ഭയങ്കരമായിട്ട് കുറയും.
അത് ആണുങ്ങളെക്കാളും കൂടുതൽ സ്ത്രീകൾ ഇതിന് ഇൻവോൾവ് ആവുന്ന ടൈമിൽ കുട്ടികളും അത് കണ്ടിട്ട് പൈസ കാര്യത്തിൽ കുറച്ചും കൂടി കൺട്രോൾ ആവും. കാരണം അമ്മമാർ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി കണ്ടാണ് ആണുങ്ങളെക്കാളും കൂടുതൽ സ്ത്രീകൾ ചെയ്യുന്ന ടൈമിൽ ഇത് കണ്ട് വളരും. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ ഫാമിലിയിൽ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടൊരു അറിവുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. അത് അറിവുണ്ടായി കഴിഞ്ഞോടൊപ്പം തന്നെ ഡെഫിനറ്റ്ലി സാമ്പത്തികമായിട്ട് അച്ചടക്കം വരും. കൃത്യമായിട്ട് ബഡ്ജറ്റ് ചെയ്യാൻ തുടങ്ങും, കൃത്യമായിട്ട് ഇൻകം വരുന്നത് അറിയാൻ തുടങ്ങും, കൃത്യമായിട്ട് അളന്ന് ചിലവാക്കാൻ തുടങ്ങും. സാമ്പത്തികമായ അറിവുണ്ടാകാൻ നിങ്ങൾ പറഞ്ഞതേ അത് എന്താണ് ഈ അറിവെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, സാമ്പത്തികമായിട്ട് എന്താ വെച്ചാൽ പലപ്പോഴും ഞാൻ കണ്ടുവരുന്ന ഇതൊക്കെ വളരെ ഞാൻ പറഞ്ഞത് കൂടുതലും ഭൂരിപക്ഷം കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പം ഇത് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞത് മൈനോറിറ്റി ഉണ്ടാവും. ഇപ്പോൾ സാമ്പത്തികമായിട്ട് മാനേജ് ചെയ്യേണ്ട സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും വീട്ടിലെ മന്ത്ലി ബഡ്ജറ്റൊക്കെ അവർ മാനേജ് ചെയ്യുന്നുണ്ടാവും. അവർ കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ടാവും, കണക്കറിഞ്ഞിട്ടൊക്കെ വെക്കണം. പക്ഷെ ഇവർക്കത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പലരും ചെയ്യണ്ടാവില്ല. ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കുറിയേറുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ സ്വർണം വാങ്ങി വെക്കണത്. ഈ സ്വർണം വാങ്ങി വെക്കണത് മിക്കവരും ജ്വല്ലറി ആയിരിക്കും വാങ്ങി വെക്കണത്. അപ്പോൾ അതിൽ സത്യത്തിൽ ഒരു 10-15% പണിക്കൂലി കഴിഞ്ഞിട്ട് കയ്യിലൊന്നുമില്ല. അപ്പോൾ ഇതിനപ്പുറത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. എങ്ങനെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുക, എങ്ങനെ കുട്ടികളുടെ എഡ്യൂക്കേഷനുള്ള ഫണ്ട് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ അതിൻ്റെതായ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി റിട്ടയർമെന്റിന് വേണ്ടിയിട്ടും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഇപ്പോൾ ഒന്നില്ലെങ്കിൽ പറമ്പ് വാങ്ങി വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്വർണം വാങ്ങി വയ്ക്കുക, ചിട്ടി വാങ്ങി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റൈറ്റ് പ്രൊഡക്ട്സ് അല്ല. കാരണം അത് അതിൻ്റെതായ കുറേ വ്യത്യാസം, ഒരു നല്ല പെട്ടെന്ന് എടുക്കാനുള്ള ഒരു കഴിവ് പ്രൊഡക്റ്റിന് വേണം. വിൽക്കുമ്പോൾ ടാക്സ് എഫിഷ്യൻ്റ് ആയിരിക്കണം. അതിൽ നിന്ന് ഒരു പണപ്പെരുപ്പത്തിന് ബീറ്റ് ചെയ്യണ വിധത്തിലുള്ള റിട്ടേൺ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞ് അതാണ് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എണീക്കണം. അല്ലാതെ ഈ മാസം എനിക്ക് 50,000 രൂപ കിട്ടി, അതിൽ നിന്ന് 25,000 രൂപയ്ക്ക് ചിലവാക്കുള്ളൂ, ആ 25,000 രൂപയിൽ ഞാൻ ഹോട്ടൽ ഭക്ഷണം കഴിക്കാണ്ട് വീട്ടിലെ കുക്ക് ചെയ്യുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വീട്ടിലെ ബഡ്ജറ്റ് മാത്രമാണ്. അതല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. സ്ത്രീകൾ പക്ഷേ ഈ പറഞ്ഞ ബഡ്ജറ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് അവർ ഒട്ടുമിക്കവരും ബ്രില്യൻ്റ് ആയിരിക്കും. അവർക്ക് പിടിച്ചൊക്കെ ഇപ്പം നമ്മൾ ഞാൻ പറയുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ നിങ്ങൾക്കറിയാം, എനിക്ക് ഇങ്ങനത്തെ മൈക്ക് അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുന്ന ഹോബിയുള്ള മനുഷ്യൻ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വരും, അതേ വാപ്പി എന്ന് വിളിക്കുന്നത്, ചേട്ടാ ഇക്കാന്നല്ല, വാപ്പിയെ പിള്ളേരെന്നെ വാപ്പി എന്ന് വിളിക്കും. വാപ്പി ബഡ്ജറ്റ് മാറി കിട്ടാ, പണി പാളും, ഇപ്രാവശ്യം ഒന്ന് കൺട്രോൾ ചെയ്തോ എന്നുള്ള ആ ഒരു സാധനം എൻ്റെ വൈഫ് പറയുമ്പോഴാണ് ഞാൻ കൺട്രോൾ ചെയ്യണത്. അത് വൈഫിന് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം അവർക്ക് എപ്പോഴും ഇംഗത്തിനെ വിട്ട് ചിലവാക്കാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. ഒട്ടും ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ അമ്മയൊക്കെ അങ്ങനെയായിരുന്നു. ഈവൻ എൻ്റെ വീട്ടിൽ ചേച്ചിമാരൊക്കെ അങ്ങനെയാണ്. ഞാനിപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരൊന്നും ഒരു പരിധി വിട്ടിട്ട് ആ ഡെയിലി ചിലവ് അവർ ചെയ്യത്തില്ല. പക്ഷേ ഞാൻ ഇവരോട് തന്നെ പലപ്പോഴും ഞാൻ ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടോ സ്റ്റോക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി യാതൊരു താല്പര്യവും ഇല്ല, തുടത്തില്ല. ചിലപ്പോൾ ഇവർക്ക് പോസ്റ്റ് ഓഫീസിൽ സേവ് ചെയ്യണ്ടാവും, അല്ലെങ്കിൽ കുറി ചേർന്നിട്ടുണ്ടാവും. സ്വർണം പിന്നെ വാങ്ങാറുണ്ടാവും, ഓഫീസിൽ വാങ്ങണ്ട. അപ്പോൾ ഇതൊന്നുമല്ല ശരിക്കും പറഞ്ഞാലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് സ്ത്രീകൾ ഇൻവോൾവ് ആവേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ശരിക്കും ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് സ്ത്രീകളുടെ കാര്യത്തിൽ ജോലി ചെയ്യണവർ, ജോലി ചെയ്യാത്തവർ. അപ്പോൾ ജോലി ചെയ്യണവരാണെങ്കിൽ അല്ലെങ്കിൽ ശരി, ഇവർക്ക് ഇവരുടേതായ ഒരു ഇൻകം ഉണ്ടാവണം, പോക്കറ്റ് മണി ആയിട്ടാവാം, അല്ലെങ്കിൽ അവരുടെ സാലറി ആയിട്ടുണ്ടാവാം. ഇത് ഇവർ ഒരു ഭാഗം കൃത്യമായിട്ട് ഒരു ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. എന്നിട്ട് ആ പൈസ ഭാവിയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ കല്യാണം, അവരുടെ റിട്ടയർമെൻറ്റ്, ആ സമയത്ത് ഇവർക്കൊരു ഫിനാൻഷ്യൽ ഡിപെൻഡൻസി ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഉണ്ടാവണം. അപ്പം നെഗിരി പറയേണ്ടത് എപ്പോഴും ഒരു വീട്ടിൽ നിൽക്കുന്ന ജോലി ചെയ്യുന്നതോ ജോലി ചെയ്യാതെ ഇപ്പം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെണ്ണുങ്ങളേ ഉള്ളു. പിന്നെ ആ ഒരു കാറ്റഗറിയുള്ള, അല്ലാണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത പെണ്ണുങ്ങളില്ല. ഒരു 99.99% വിദ്യാഭ്യാസമുള്ള പെണ്ണുങ്ങൾ. അപ്പൊ അവർക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. അത് മാത്രമല്ല, ഇവരാണ് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അറിയാം, മോളിപ്പ 5 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ്, അത് അവൾ ഇവിടെ പഠിക്കുന്നു,
അവൾ 30 വയസ്സാകുമ്പോൾ അവൾ എന്താകണമെന്നൊക്കെ ഇവരുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവും അല്ലേ? അപ്പൊ ഇവരിപ്പോഴേ ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മേ ബി ആണുങ്ങളെക്കാൾ ബെറ്റർ അവരായിരിക്കും. ഓ പിന്നെ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഒത്തിരി ഉണ്ട്. ഒരു കഥ പറയാം, അത് കേൾക്കട്ടെ. എൻ്റെ ഒരു വലിയൊരു ക്ലയൻറ്റ്, ആള് ഭയങ്കര തിരക്കുള്ളൊരു ആളാണ്. അപ്പോൾ ഞാൻ ആളായിട്ട് എനിക്ക് മീറ്റിംഗ് നടന്ന ടൈമിൽ ഞാനും ആളുടെ വൈഫും കൂടി ഇരുന്നിട്ടാണ് വർത്തമാനം പറഞ്ഞത്. അപ്പോൾ അന്ന് ശരിക്കും ഇത്തിരി വലിയ എമൗണ്ടും വലിയ റിക്വയർമെൻ്റ് ഉള്ളതിൻ്റെ പേരിൽ ഞാനത് ആളുടെ വീട്ടിൽ പോയിരുന്നിട്ട് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഇത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കൊരു ക്രിട്ടിക്കൽ ഡെസിഷൻ എടുക്കണമായിരുന്നു. ഒന്ന്, വലിയൊരു പോസ്റ്റിലിരിക്കുന്ന ആൾക്ക് ആ ജോലി വിട്ടിട്ട് ആൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് കൊടുക്കണം. അപ്പോൾ ഇയാളെടുത്താണെന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റിനും അതിനപ്പുറമുള്ള പൈസ ഓൾറെഡി ഉണ്ട്. ഓക്കെ. പക്ഷേ ആൾക്ക് ഫുൾ ടൈം ഇയാളുടെ സ്വന്തം ബിസിനസ്സിലേക്ക് മാറണം. അപ്പോൾ ബിസിനസ് തുടങ്ങാൻ എല്ലാ കാശുണ്ട് ഇയാളുടെ അടുത്ത്. അപ്പോൾ ഈ സമയത്ത് അവിടെ ഒരു തീരുമാനം എടുക്കണം. ഈ മൊത്തം പൈസ എടുത്തിട്ട് സ്വന്തം ബിസിനസ് തുടങ്ങണോ, അതോ വേറെ പാർട്ട്ണർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കണോ, ഇവരുടെ ബാക്കിയുള്ള കാര്യത്തിലുള്ള പൈസ മാനേജ് ചെയ്യണം. അപ്പോൾ ഇവരൊരു തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ മാനേജ് ചെയ്യാം. അപ്പോൾ നമ്മൾ തന്നെ തീരുമാനിച്ച് കുട്ടികളുടെ എഡ്യൂക്കേഷൻ എത്ര വേണം, അല്ലെങ്കിൽ ഇവരെ റിട്ടയർമെൻറ്റ് എത്ര വേണം, ഇവർക്കൊരു ഫാം ഹൗസ് ഉണ്ടാക്കണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, അതെങ്ങനെ ചെയ്യണം, പിന്നെ അവർക്ക് വേറെ കുറച്ച് ഹോം ലോണുകളൊക്കെ ഉണ്ട്, അതെങ്ങനെ അവർക്ക്, കാരണം ഹോം ലോണിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അത് ക്ലോസ് ചെയ്യണോ വേണ്ടത്, അങ്ങനത്തെ കുറച്ച് ഡിസിഷനുകൾ എടുക്കണമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ 5-6 കൊല്ലം മുന്നത്തെ കാര്യം ഉണ്ടാ പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും അവിടെ ഈ എൻ്റെ ആക്ച്വൽ ക്ലയൻറ്റ് ആണായിട്ടുള്ള ആളുണ്ടല്ലോ, അങ്ങനെയായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ കുറച്ചുള്ളൂ. ഞങ്ങൾ സംസാരിക്കണം എന്തെങ്കിലും വെറുതെ സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ സംസാരിക്കുള്ളൂ. പക്ഷെ ഫുള്ളും വൈഫാണ് മാനേജ് ചെയ്യണത്. അപ്പോൾ അവരുടെ ടാക്സേഷൻ ഫുള്ള് നോക്കണത്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, പിള്ളേരുടെ എഡ്യൂക്കേഷൻ എത്ര ഫണ്ട് വേണമെന്ന് എന്നോട് 6 മാസം മുന്നേ പറയും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എടുക്കണമെങ്കിൽ എടുക്കും. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോക്കണത് ഇപ്പോൾ ലേഡിയാണ്. എനിക്ക് ശരിക്കും നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമുണ്ട് എൻ്റെ ഫാമിലിയായിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾ തുടങ്ങിയ ടൈമിലത്തെ ആ ലേഡിയും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സാമ്പത്തികമായിട്ടുള്ളൊരു, അതാണ് സ്ത്രീകളെ ഏൽപ്പിച്ചല്ല. അതെ. അവർ ശരിക്കും എന്നോടും പറയും, ഇയാൾ ഇത്ര വേണമെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് അത്ര വേണ്ട. അപ്പോൾ പിന്നെ ഈവൻ കുട്ടികളുടെ എഡ്യൂക്കേഷൻ നോക്കാൻ ഒരു കഴിവുണ്ട്. പിന്നെ അതിനേക്കാളും ഏറ്റവും വലിയൊരു പ്രശ്നം, ഞാനും തുടങ്ങുന്ന സമയത്ത് മകന് ഇവർ ഒരു സയൻറ്റിസ്റ്റ് പോലത്തെ ഒരു ജോലിയാണ് ഇവരുണ്ട്. പക്ഷെ അപ്പോൾ ഇവർക്ക് മനസ്സിലൊരു ആഗ്രഹമുണ്ട് മക്കളെയും ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. പക്ഷെ മകന് ഇഷ്ടം വേറൊരു ഫീൽഡായിരുന്നു. അപ്പോൾ പിന്നെ അവസാനം ഈ ഒരു ഡിസ്കഷൻ്റെ ഭാരമായിട്ട് മകനായിട്ടിരുന്ന് സംസാരിക്കുകയും പിന്നെ മകനെ വേണ്ട രീതിയിലേക്കുള്ള കോഴ്സിന് പറഞ്ഞയക്കാനായിട്ടും അതെല്ലാം ശരിക്കും പറഞ്ഞ ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ ലേഡി തന്നെയാണ്. എൻ്റെ സനു കേട്ടാ, നമുക്ക് വേൾഡ് ടൂർ പോകണ്ടേ, ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കണ കാശിൽ നിന്ന് കുറച്ച് ഇങ്ങനെ സമ്പാദത്തെ കുറിച്ച് പഠിച്ച് ചെയ്യുമോ, നമുക്ക് വേൾഡ് ടൂർ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതെല്ലാവർക്കും പറയപ്പെട്ടെ അല്ലേ? അപ്പോൾ എന്നാലും നമ്മുടെ നിഖിൽ പറഞ്ഞ വളരെ പോയിന്റാണ്. സ്ത്രീകളാണ് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആണുങ്ങളെക്കാൾ കൂടുതൽ മെജോറിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്ങനെയാണെന്ന് എല്ലാവർക്കും ഡിഫറെൻ്റ് ആക്കില്ല, പെണ്ണുങ്ങളായിരിക്കും അല്ലേ? അപ്പോൾ എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേറെ ലെവലിൽ നിങ്ങളുടെ സമ്പാദ്യത്തെ മാറ്റാൻ പറ്റും. പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു എഫേർട്ട് എടുത്താൽ മാത്രം മതി അല്ലേ? താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇരിക്കാം. താങ്ക് യു.